നമസ്കാരം. ഞാൻ അപ്പുക്കുട്ടൻ കടിമേനി. കൃഷിപ്പത്തായം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൂൺ കൃഷിയെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് കൂണ്. വളരെ പോഷക അടങ്ങിയ ഒരു സംഭവമാണ് കൂണ്. പക്ഷേ ആരും തന്നെ ഇതിലേക്ക് അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. നമ്മുടെ എല്ലാറ്റിനും പ്രോത്സാഹിക്കുന്ന നമ്മുടെ സർക്കാർ കൂൺ കൃഷിയെ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ കൂൺ കൃഷി ചെയ്യാമെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കൂൺ കൃഷി ചെയ്യുന്നതിന് നമുക്ക് നല്ല കൂൺ വിത്ത് വേണം, അതുപോലെ നല്ല മീഡിയം വേണം. കൂൺ തടം തയ്യാറാക്കുന്നതിന് വേണ്ടി സാധാരണ ഉപയോഗിച്ച് വരുന്നത് വൈക്കോല്, ചകിരിച്ചോറ്, പെല്ലറ്റ് തുടങ്ങിയവയാണ്. ഇപ്പം വ്യാപകമായിട്ട് ചെയ്തു വരുന്നത് ചകിരിച്ചോറ് ആണ്. ചകിരിച്ചോറ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ചകിരിച്ചോറിൻ്റെ കട്ടയാണിത്. ഇത് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറിൻ്റെ ഇതൊരു 4-4.5 കിലോ ഉണ്ടാവും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടമ്മമാർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. കാരണം കച്ചിയൊക്കെ പുഴുങ്ങി ഒരുപാട് പണി ഇത് വേണ്ട. ഇത് നമുക്ക് എടുത്തിട്ട് ഇതൊരു 4.5 കിലോ ആണ്. നമുക്കൊരു 18 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കുക. അതിലേക്ക് ഇതിൻ്റെ കവർ കളഞ്ഞുകൊണ്ട് ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള വെള്ളം കുടിച്ച് ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ അത് ഏകദേശം കറക്റ്റ് വെള്ളമായിരിക്കും. വേണമെങ്കിൽ ഒന്ന് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് വെള്ളം ഇതിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതായത് നമ്മളെടുത്ത് ഇങ്ങനെ പിഴിഞ്ഞാൽ ഇരുന്ന് വെള്ളം വിറ്റാൻ പാടില്ല. അതായത് പിട്ടിൻ്റെ പരികം. ഇതാണ് ഇതിൻ്റെ ജലാംശത്തിൻ്റെ കണക്ക്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള PP കവർ എന്നാണ് പറയുക. ഇതുപോലെയുള്ള കവർ എടുക്കുന്നു. ഇതുപോലെ കവർ നമ്മളെടുത്ത് ഈ കവർ നമ്മൾ ഇതിൻ്റെ അടിവശം ഒന്നിനെ കെട്ടണം. ഇങ്ങനെ കെട്ടണം. കെട്ടിയിട്ട് ഇതിനെ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതുപോലെ കിട്ടിയതിന് ശേഷം നമ്മൾ കൂൺ തടം തയ്യാറാക്കണം. നമ്മളിപ്പോൾ സാധാരണ ഇവിടെയൊക്കെ ചെയ്തു വരുന്നത് ചിപ്പിക്കൂണാണ്. ഞാനും ചിപ്പിക്കൂൺ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 10 വർഷമായി കൂൺ കൃഷി ചെയ്യുന്ന സ്വന്തമായിട്ട്. അതിന് അത്യാവശ്യം കുറച്ചൊക്കെ കൊടുക്കാറുണ്ട്. മിൽക്കി മഷ്റൂം ഉണ്ട്, അത് പാൽക്കൂൺ, അതും ചെയ്യാറുണ്ട്. പക്ഷേ അതിന് കുറച്ചും കൂടി നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും നല്ലത് ചിപ്പിക്കൂണാണ്. ചിപ്പിക്കൂണിൻ്റെ വിത്ത് ഇതാണ്. ഇങ്ങനെയാണ് വിത്ത് വരിക. ഇതൊരു 300 ഗ്രാം വിത്താണ്. ഈ 300 ഗ്രാം വിത്ത് കൊണ്ട് നമുക്ക് 2 കൂൺ തടം തയ്യാറാക്കാം. ഇതുപോലെയുള്ള 2 കൂൺ തടം തയ്യാറാക്കാം. കൂൺ തയ്യാറാക്കിയ ശേഷമുള്ള ഇതാണ് അതിൻ്റെ കടികൾ. ഇതിപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പ് ചെയ്ത ഒരു കൂണാണ്. ഇത് ഒരു 20 ദിവസം മുന്നേ ചെയ്തതാണ്. ഇതിപ്പം വൈറ്റ് ആയിട്ടുണ്ട്. ഇതൊരു 6-8 ദിവസം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് കൂൺ വരും. അപ്പോൾ ഈ സമയത്ത് നമ്മളിതിനെ ഇപ്പം നമ്മൾ ഒരു വെളിച്ചം കയറാത്തൊരു ഉള്ളിൽ വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മളെടുത്ത് പുറത്ത് ഊടി കെട്ടിയിട്ട് ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതിൽ നിന്ന് കൂണ് പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കൂൺ തടം തയ്യാറാക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതുപോലെ 300 ഗ്രാമിൻ്റെ വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പൊടിച്ച് നമുക്ക് നല്ലൊരു കഴുകി വൃത്തിയാക്കിയ ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇതുപോലെ ശരിക്കും ഈ വിത്ത് ഇതിനകത്ത് ഇത് ഗോതമ്പ് മണി ചോളത്തിലേക്കാണ് സാധാരണ വിത്ത് വരിക. നെൽമണിയിലും വരും. ഇത് ഗോതമ്പ് മണിയിലാണ്. ഗോതമ്പ് മണിയിലേക്ക് ഇതിൻ്റെ കൂണിൻ്റെ വിത്ത് ഇതിനകത്തേക്ക് ലാലിൻ്റെ പൊടിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലൊക്കെ എല്ലാം പൊടിഞ്ഞിടുക. അതിനുശേഷം ഇതിലെ കട്ടയെല്ലാം ശരിക്കും നമ്മളിങ്ങനെ പൊടിച്ചെടുക്കും. ഇതുപോലെ വൃത്തി തന്നെ കൈയൊക്കെ നല്ല വൃത്തിയായിരിക്കണം. ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെയുള്ള PP കവർ എടുക്കുന്നു ഞാൻ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം മതി. അത്രയേ ഉള്ളൂ. ആദ്യത്തെ കുറച്ച് മതി. അതിനുശേഷം നിങ്ങൾ അവരുടെ കൈക്ക് ഒതുങ്ങുന്ന വിധത്തിൽ ഇതിന് നമുക്ക് ഒരു പിടി വിത്ത് ഇതിൻ്റെ സൈഡ് വഴി മാത്രം ഇട്ട് കൊടുക്കുക. സൈഡ് വഴി മാത്രമേ വിത്ത് ഇടാൻ പാടുള്ളൂ. ഒരിക്കലും മറ്റേ വഴി ഇടണ്ട. അതിനുശേഷം വീണ്ടും നമ്മൾ ഒരു 2 ഇഞ്ച് കനത്തിൽ നമ്മൾ ഈ മീഡിയം നിറച്ച് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്യുക. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്യും. പ്രസ്സിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും നമ്മൾ ഒരു പിടി വിത്ത് എടുക്കുന്നു. ആ വിത്ത് നമ്മൾ സൈഡ് വഴി മാത്രം ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ മീഡിയം ഇടുക. നമ്മളെ പെട്ടും നിറക്കും പോലെയാണ്. പെട്ടിന് തേങ്ങയിട്ട് നിറക്കും പോലെയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ നിറച്ച് കൊടുക്കും. വീണ്ടും നമ്മൾ ജസ്റ്റ് നല്ലപോലെ പ്രസ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും വിത്ത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ 4 ലെയറോ 5 ലെയറോ ഇടാം. നമുക്കിവിടെ 4 ലെയർ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വീണ്ടും മീഡിയം ഇട്ടു. ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ലെയറും കൂടി നല്ല ഇട്ട് കൊടുക്കാം.
അപ്പോൾ 4 ലെയർ വിത്തായി നമ്മൾ ഇട്ടത്. ബാക്കി വിത്ത് നമുക്ക് ഇതുപോലെ 4 ലെയർ ഇടേണ്ട ഒരു കൂടുതലും കൂടി വിത്തുണ്ട്. അതിനുശേഷം നമ്മൾ ഇട്ടിങ്ങനെ കൊടുത്തു. ശേഷം കൂടി മുകളിടുക. നല്ല ഇത് ഇങ്ങനെ ഞൊറിഞ്ഞതിന് ശേഷം നല്ല ടൈറ്റായിട്ട് ഇതിനെ പ്രസ് ചെയ്ത് കെട്ടുക. വായു പുറത്തേക്ക് കൊടുത്തുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ കെട്ടുക. കെട്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ തൊയ്ന്നൂലുകൊണ്ട് കെട്ടാം, അല്ലെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് എടുത്തുകൊണ്ട് കെട്ടാം. റബ്ബർ ബാൻഡ് എടുത്തുകൊണ്ട് നമുക്ക് ടൈറ്റിലേക്ക് കെട്ടുന്നു. കെട്ടി അതിനുശേഷം അണുയുക്തമായ ഒരു നല്ല സ്റ്റീൽ ആണിയുണ്ടോ അല്ലെങ്കിൽ സ്റ്റീൽ സൂചി കൊണ്ടോ നമുക്കിതിന് സുഷിരം കയറണം. ഇതിനകത്ത് ജലാംശം ഉണ്ടെങ്കിൽ പോകണം, ഇതിനകത്ത് വായും കയറണം. അപ്പോൾ നമുക്ക് എത്രയോ ഒരു 10 30 കുത്തുകൾ ഇട്ട് കൊടുക്കുക. വലിയ ദ്വാരം ഇട്ടാൽ വലിയ ദ്വാരം ഇതൊക്കെ പ്രാണികൾ കയറും, അതുകൊണ്ട് വലിയ ദ്വാരം വേണ്ട. നമ്മൾ ഇതുപോലെ മൊത്തം കുത്തുകൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ മറ്റേ ബാക്കിയും കൂടി ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളിത് വലിയ വെളിച്ചം ഇല്ലാത്ത മുറിക്കകത്ത് വെക്കുക. കൂണ് കൃഷിയിൽ ആൾക്കാർ പുറകോട്ട് പോകുന്ന കാരണം പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ട് ഇരുട്ട് മുറി വേണം, അവിടെ അടച്ചു കെട്ടണം, അവിടെയൊക്കെ. അതുകൊണ്ട് ആൾക്കാർ മേടിച്ച് പോയിട്ടാണ്. ഇതൊന്നും വേണ്ട. നമ്മൾ വീട്ടിൽ അധികം വെളിച്ചൊന്നും കിടക്കാത്ത ഒരു മുറി ഉണ്ടെങ്കിൽ അവിടെ പേപ്പർ വെച്ചുകൊണ്ട് അതിനകത്ത് വെച്ചാൽ മതി. ഇനി അതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഒരു കട്ടിലിൻ്റെ അടിയിൽ വെച്ചുകൊണ്ടാൽ മതി. നമുക്ക് അവിടെ ഭാഗ്യമായിട്ട് വെളിച്ചം വേണം, എന്നാൽ അധികം വെളിച്ചം ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു ഇരുട്ട് മുറി ഇതിനുകൊണ്ട് ഉണ്ടാക്കണ്ട. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 18-20 ദിവസം വരെ നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. അതിനുശേഷം നമ്മൾ 18-10 മാസം നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. നമ്മൾ ഉറി കെട്ടിയിട്ട് അതിനകത്ത് ഇത് വെച്ച് കൊടുക്കുന്നു. അപ്പം തന്നെ നമ്മൾ അണുയുക്തമായ ഒരു ബ്ലേഡ് കൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല ശുദ്ധജലം ഒരു സ്പ്രെയർ കൊണ്ട്, നല്ല വേനൽക്കാലാണ് നമ്മൾ പുറത്തേക്ക് ഇവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു 22, 23, 25, 28 ദിവസമൊക്കെ ആകുമ്പോഴേ നമ്മൾ ഇതിലൂടെ കൂണ് പുറത്തേക്ക് വരും. കൂണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 3ാമത്തെ ദിവസം കൂണ് പറിച്ചെടുക്കാം. അപ്പം വളരെ പോഷക മൂല്യമുള്ളൊരു വസ്തുവാണ് കൂണ്. ഒട്ടനവധി രോഗങ്ങളെ പ്രതിരോധ കഴിവുണ്ട്. ക്യാൻസർ, ഹാർട്ട് പേഷ്യൻ്റൊക്കെ നല്ലതാണ് കൂണ്. അപ്പം കൂൺ കൃഷിയിൽ എല്ലാവരും തന്നെ വരണം. വളരെ എളുപ്പമാണ്. ഇപ്പോൾ മീഡിയം ഇങ്ങനത്തെ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാം. പച്ചയൊക്കെ ആണെങ്കിൽ നമുക്ക് പുഴുങ്ങി ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇത് ട്രീറ്റഡ് ചെയ്യുന്ന കട്ടയാണ്. ഈ കട്ടയ്ക്ക് നമുക്ക് ഇതിനൊരു 180 രൂപ കൊടുത്താൽ കട്ട കിട്ടും നമുക്ക്. അത് ഇതുപോലെ ഇത്രയും നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും, നമുക്ക് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു വളരെ മെത്തേഡ് വന്നിട്ടുണ്ട്, പെല്ലറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാര്യത്തിൻ്റെ വരുന്ന പോലത്തെ സാധനം ഇത് അരച്ചിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ഇതേപോലെ തന്നെ PPK വിറ്റിൽ നമുക്ക് ചെയ്യാം. വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് പെല്ലറ്റ് ചെയ്താണ്. ഇപ്പോൾ ഏകദേശം ഒരു 15 ദിവസമായിട്ട് നല്ല വൈറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് കൂൺ കൃഷിയിലെ ഉള്ളത്. അപ്പം എല്ലാവരും തന്നെ ഇത് ചെയ്യുക. നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രധാന ഘടകമാണ് കൂണ്. എല്ലാവരും ചെയ്യണം. വീട്ടമ്മമാർക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു പണി. പിന്നെ 1-2 ഗുണങ്ങൾ കൂടി ഇതിനുണ്ട്. നമുക്ക് ഒരുപാട് അധ്വാനം, ആദ്യത്തെ ഒരു അത് മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്ക് ദിവസം കൃഷി സ്ഥലത്തേക്ക് പോകണ്ട, ഒരുപാട് സ്ഥലങ്ങൾ വേണ്ട. പിന്നെ അതുമാത്രമല്ല, വീട്ടിൽ കുറച്ച് സ്ഥലത്ത് ചെയ്യാൻ പറ്റും. പിന്നെ മണ്ണൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ദിവസം ഇതിനുള്ളിൽ പരിചരണമൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് കൂൺ കൃഷി നല്ലൊരു ഇതാണ്. നമ്മൾ ആരോഗ്യത്തിന് ഒഴിച്ചാൻ പറ്റുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇതിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.